ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ ചെടി കാണിക്കുന്നത് ഇന്ന് അവധി ദിവസമൊന്നും അല്ല കേട്ടോ. ഇന്ന് ആഹിലിന് ക്ലാസ്സുള്ള ദിവസം തന്നെയാണ്. എങ്കിലും ചെടി നോക്കാനാണ് കേട്ടോ ഞാൻ ആദ്യം ഇറങ്ങിയേക്കുന്നത്. നമ്മൾ നേരത്തെ ചെറിയൊരു ഡ്രമ്മിൽ വേപ്പിൻ തൈയൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഏറ്റവും മേളിലേക്ക് വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ കുറച്ച് ചെടികൾ ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അത് കാണുന്ന ആ ഒരു സൈഡ് മാത്രമേ നമുക്ക് മണ്ണുള്ളൊരു സ്ഥലമുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇൻ്റർലോക്ക് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് എനിക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെടികൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചില ചെടികൾ നമുക്ക് കളയാൻ തോന്നില്ലല്ലോ. അത് പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നൊന്ന് കുത്തിവെക്കും. അപ്പോൾ അതങ്ങനെ അവിടെ പിടിച്ചു വരും കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതപ്പോൾ അങ്ങനെ ഒരുപാടായിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കാണാൻ പറ്റാത്ത അത്രത്തോളം ചെടികളായിട്ടുണ്ട് അവിടെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് എനിക്ക് ക്ലീൻ ചെയ്യണം. ഈ ഒരു ചെടികളൊക്കെ എനിക്കൊന്ന് അവിടെ നിന്ന് പറിച്ച് കളയണം കേട്ടോ. ഇഷ്ടമുണ്ടായിട്ടല്ല, എങ്കിലും കുറച്ച് സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടാലോ. അതിനും കൂടിയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ചെടികൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് കിടക്കുമ്പോൾ അതിൽ വല്ലതും കിടന്നാൽ പോലും നമ്മളറിയില്ല. മേളിലേക്ക് പൊങ്ങി വരുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൂടി കൊണ്ടാണ് കേട്ടോ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തിപ്പോൾ നോക്കി അത്യാവശ്യം ചെടികളൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ഇവിടുത്തെ ജോലി കഴിഞ്ഞപ്പോൾ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. കഴിക്കാനായിട്ട് കലക്കി ചുട്ടപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കണ്ടെടുത്തിരിക്കുന്നത്, അധികം കനത്തിലൊന്നും അല്ലാണ്ട്. പിന്നെ ചെറുപയർ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അപ്പമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതും കൂടി ഉള്ള കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഹിലിനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കണം. ഒരു 3 ദിവസമായിട്ട് ആഹിൽ പണി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആഹിലിൻ്റെ സൈക്കിള് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ആക്കണം, തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം, അങ്ങനെയുള്ള ജോലികൾ. അപ്പോൾ ആഹിലിനുള്ള ഫുഡൊന്ന് എടുത്തു കൊടുക്കട്ടെ. ടേബിളിലൊക്കെ നിറച്ച് ബുക്സാണ് കേട്ടോ. ഇന്ന് അവരുടെ ലാസ്റ്റ് എക്സാം ആണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. കുറച്ച് ദിവസമായിട്ട് റെഗുലർ അല്ലാണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിമിന് പിന്നെയും വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെയും കൂടി 5 മണിയായപ്പോഴേക്കും എഴുന്നേറ്റ് വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആലിമിന് ഒട്ടും വയ്യ. അതുകൊണ്ടാണ് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ അവൻ ആ ക്ഷീണത്തിൽ കിടന്നുറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും കിളികളൊക്കെ ഭയങ്കര സൗണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിൽ 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഭയങ്കര കളിയാണ് കേട്ടോ. ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടി കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണേ. അങ്ങനെ ആഹിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിനെയും കൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് പോവാണ്. ആലിമും ഉണ്ട് കേട്ടോ. വേഗം വിളിച്ചപ്പോഴേക്കും ചാടി എഴുന്നേറ്റു. അങ്ങനെ സ്കൂളെത്തിയിട്ടുണ്ട്. അങ്ങനെ ആഹിലിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ്. തിരിച്ചു പോരുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ വീട്ടിലും കൂടി ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും ഉമ്മച്ചി വേഗം ആലിമിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നീ കൊടുത്തിട്ടാണ് കഴിക്കാത്തത്, ഞാൻ കൊടുത്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അവൻ കഴിച്ചു. 2 പ്രാവശ്യം കൊടുത്തതിന് 3ാമത്തെ പ്രാവശ്യം പിന്നെ അവൻ്റെ ഫുഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ അങ്ങനെയൊന്നും ഫുഡ് കഴിക്കില്ല, പ്രത്യേകിച്ച് വല്ല വയ്യായികയൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഉമ്മച്ചിയെടുത്ത് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യും. എനിക്ക് കിട്ടുന്ന ചെടികൾ ഉമ്മച്ചിക്കും കൊടുക്കും, ഉമ്മച്ചിക്ക് കിട്ടുന്നത് എനിക്കും തരും. എനിക്ക് ചെമ്പരത്തി റോസൊക്കെ ഉമ്മച്ചി തന്നെയാണ് കേട്ടോ മെയിനായിട്ട് തരുന്നത്. അപ്പോൾ അവിടേക്ക് ഒന്ന് ചെടികളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരാണ്. എവിടെ ചെന്നാലും ആദ്യം അല്ലെങ്കിൽ അവസാനം ഞാൻ ചെടിയൊന്ന് നോക്കോട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. ഏത് വീട്ടിൽ പോയാലും അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികളൊക്കെ തന്നെയാണ്. എങ്കിലും ഒന്നും കൂടി ഒന്ന് റൗണ്ട് അടിച്ച് നോക്കുമ്പോൾ ഒരു സമാധാനമാണ് ചെടികൾ.
ഉമ്മച്ചി അവിടെ നിന്ന് ചെമ്പരത്തിയുടെ ഒരു ചെറിയ 2 കൊമ്പ് തന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ആരോ കൊടുത്താണ്, അപ്പോൾ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ആഹിലിന് എക്സാം ആയിരുന്നല്ലോ, ഇനിയിപ്പോൾ നാളെ തുടങ്ങി റെഗുലർ ക്ലാസ് ആണ്. പിന്നെ ഇപ്പോൾ ഫുഡ് കൊടുത്തു വിടണം. അപ്പോൾ പച്ചക്കറിയൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി ഒരിത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല വെള്ളമുള്ള മഴ. ഇതാ ഈ വെള്ളം പോകുന്ന കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല, നല്ല മഴയായിരുന്നേ. അപ്പോൾ അങ്ങനെ മഴയൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ജോലികളുണ്ട്. ആലിമിന് ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ അടുത്ത ജോലിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് വീട് തുടക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഹിലിൻ്റെ റൂമിലേക്കാണ് ആദ്യം വന്നേക്കുന്നത്. ഇന്നിപ്പം മേളിലും താഴെയും ഒരുമിച്ച് തുടക്കുകയാണ് കേട്ടോ. സാധാരണ രീതിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് ഞാൻ തുടയ്ക്കുള്ളൂ, ഒന്നരാടമാണ് തുടക്കുന്നത്. ഇന്നിപ്പോൾ മേളിലും താഴെയും ഒരുമിച്ച് അങ്ങോട്ട് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പ്രത്യേകിച്ച് കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല, എങ്കിലും റെഗുലറായിട്ട് അങ്ങോട്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലല്ലോ. ഒന്നരാട് മാത്രമാണ് കേട്ടോ ഞാൻ തുടക്കാറുള്ളൂ. അപ്പോൾ തുടക്കാനായിട്ട് റൂമിലേക്ക് വന്നപ്പോഴേക്കും ആഹിലിൽ ഒരുപാട് ഡ്രസ്സ് അലക്കാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ആഹിലിനാണെങ്കിൽ അടുത്തായിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇടലായിരുന്നു. അപ്പോൾ അങ്ങനെ അലക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ആദ്യം അലക്കാനുള്ളത് ഇട്ടിട്ട് പിന്നെ ബാക്കി തുടക്കണ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടക്കലും അലക്കലൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് കഴിഞ്ഞോളല്ലോ. അപ്പോൾ തുണിയും കൂടി അങ്ങോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് താഴത്തേക്ക് പോരാം. അപ്പോൾ ഈ ഒരു സമയം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മേളിലൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മേളിലാണെങ്കിലും താഴെ ആണെങ്കിലും തുടക്കുന്നതും തുടയ്ക്കാനുള്ള കോലും അതേപോലെ തന്നെ അടിക്കുന്ന ചൂലൊക്കെ സെപ്പറേറ്റ് മേളിലും താഴെയും വേറെ വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, താഴേന്ന് എടുത്ത് മേളിലേക്ക് പോകണ്ടല്ലോ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് മേളിലുണ്ട് കേട്ടോ. അപ്പോൾ മേളിൽ തുടക്കുന്നത് ഈ ഒരു ഇത് വെച്ചിട്ടാണ്. അങ്ങനെ മേളിൽ തുടച്ച് താഴെ എത്തിയപ്പോഴേക്കും ഇനിയിപ്പോൾ നമുക്ക് ചോറ് വെക്കണം കേട്ടോ. കാരണം ആഹിൽ നിന്നിപ്പോൾ ക്ലാസ്സിൽ ചോറ് കൊടുക്കണ്ടായിരുന്നല്ലോ. അപ്പോൾ വന്നതിന് ശേഷമാണ് ഞാൻ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ താഴെ തുടക്കുന്നതിന് മുന്നേ തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ദാ കുമ്പളങ്ങ മോരുകറിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഇതാ കുറച്ച് പപ്പടവും കൂടി വറുത്തെടുക്കുന്നുണ്ട്. ആലിമിന് വയ്യാത്തതുകൊണ്ട് പപ്പടമൊക്കെ ആണെങ്കിൽ കൂട്ടി അവൻ കഴിച്ചോളും, ഇഷ്ടമാണ്. അപ്പോൾ മോരുകറിയും ആയിട്ടുണ്ട്, പപ്പടവും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്ത് കിടക്കുകയാണ്, ഇതൊന്ന് ഊറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.